ഇന്ന് പലരും ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്. ഇത് അമിതവണ്ണത്തിന് കാരണമാകാറുണ്ടോ? അതെ, നമ്മൾ കാരണങ്ങൾ, നമ്മുടെ അമിതവണ്ണത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരു 20 വർഷം പുറമോട്ട് പോയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒരു 20 വർഷം, അതായത് 2000 കാലഘട്ടം അല്ലെ അതിൽ മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിരത്തുകളിൽ നടന്നുകൊണ്ടിരുന്ന ആൾക്കാരിൽ അത്രയും അമിതവണ്ണമുള്ളവരുണ്ടായിരുന്നില്ല. വളരെ ഫിറ്റ് ആൻഡ് ലീനായിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് കഴിഞ്ഞ 20 അല്ലെങ്കിൽ 25 വർഷത്തിൽ സംഭവിച്ചതെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ കാരണങ്ങളെല്ലാം തന്നെ കിട്ടും. ഏറ്റവും പ്രധാനമായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ ലഭ്യത നന്നായി കൂടിയിട്ടുണ്ട്, അതൊന്ന്. പിന്നെ ഭക്ഷണത്തിലെ ഈ എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതിനുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ എണ്ണയുള്ള അടങ്ങിയ ഭക്ഷണങ്ങൾ, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ പണ്ടത്തേലും ഒത്തിരി കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. അതേപോലെ തന്നെ പഞ്ചസാര അടങ്ങിയത് അല്ലെങ്കിൽ മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ പണ്ടത്തേലും ഒത്തിരി കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. അതേപോലെ ഈ ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നമുക്ക് അത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. നമുക്ക് ഫോണിലൂടെ ഓർഡർ ചെയ്താൽ ഭക്ഷണം വീട്ടിൽ എത്തും. അതേപോലെ നല്ല ഭക്ഷണം, അതായത് പ്രോട്ടീനും കുറച്ചുകൂടെ ഈ ഫൈബറും അടങ്ങിയ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അതേസമയം ഈ എണ്ണയും പഞ്ചസാര അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കിട്ടാൻ അത്ര വില കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പോപ്പുലേഷൻ പവർട്ടി, അതായത് ഒരു പൈസ കുറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിന് ആദ്യം എല്ലാ സൊസൈറ്റീസിനും സംഭവിക്കുന്നത് പോലെ തന്നെ നമുക്കും എണ്ണയും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണം കൂടുതൽ ലഭ്യതയുണ്ട്. എന്നാൽ ഇതിനേക്കാളും പ്രോട്ടീനും ഈ പറഞ്ഞ നമ്മുടെ പ്രോട്ടീനും ഈ ഫൈബറും അടങ്ങിയ ഭക്ഷണം കിട്ടാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അതേസമയം നമുക്ക് നോക്കാം, 20 വർഷം മുമ്പേ നമ്മൾ മിക്കവരും ബസ് അല്ലെങ്കിൽ നടന്ന് ട്രെയിൻ ഉപയോഗിച്ച് അങ്ങനെയായിരുന്നു കൂടുതലും നമ്മുടെ ഗതാഗതം നടന്നുകൊണ്ടിരുന്നത്. അതേസമയം ഇപ്പോഴാണെങ്കിലോ എല്ലാവരുടെയും വീട്ടിൽ ഒരു 2 വീലറെങ്കിലും ഉണ്ട്. അപ്പോൾ ആർക്കാണെങ്കിലും ഒരു ജംഗ്ഷൻ വരെ പോകണമെങ്കിൽ നടക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ 2 വീലറോ അല്ലെങ്കിൽ നമ്മുടെ 4 വീലറോ എടുത്ത് അടുത്തുള്ള ജംഗ്ഷനിൽ പോകുന്നു. അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറുകയോ വേറെ ഗതാഗത മാർഗ്ഗങ്ങളിലേക്ക് പോകുന്നത്. അതേസമയം നേരത്തെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണേലും വീട്ടിൽ നിന്ന് ജംഗ്ഷൻ വരെ എത്തണമെങ്കിൽ കുറച്ചെങ്കിലും നടക്കണമായിരുന്നു. അതുതന്നെ നമ്മുടെ അമിതവണ്ണം ഒഴിവാക്കാൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു. പിന്നെ നമ്മുടെ തൊഴിലുകൾ നമ്മൾ നോക്കുക. പണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതായിരുന്നില്ല പ്രധാന തൊഴിൽ. മിക്കവർക്കും തൊഴിൽ ഫീൽഡുകളിൽ അല്ലെങ്കിൽ കൃഷിയുമായിട്ട് അനുബന്ധമായ മറ്റു കാര്യങ്ങളായിരുന്നു കൂടുതൽ നമ്മുടെ വർക്ക്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വർക്കും അതനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഒബിസിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ കൂടാനുള്ള കാരണമായത്.